രക്ഷാകരമായ എല്ലാ സത്യങ്ങളുടെയും ധാർമ്മിക പഠനങ്ങളുടെയും ഉറവിടമായ സുവിശേഷം പ്രസംഗിക്കാൻ ക്രിസ്തു അപ്പസ്തോലന്മാരോട് കൽപ്പിച്ചു. ഈ സുവിശേഷം പിന്നീട് 2 രീതികളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടു. അപ്പസ്തോലന്മാരുടെ വാമൊഴിയായ പ്രസംഗങ്ങൾ, ആചാരങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ അവരുടെ രചനകളിലൂടെയും. അപ്പസ്തോലിക പ്രസംഗം ലോകാവസാനം വരെ പ്രസംഗകരുടെ തുടർച്ചയായി പിൻഗാമികളാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അപ്പസ്തോലന്മാർ തങ്ങൾക്ക് ലഭിച്ചത് കൈമാറി വിശ്വാസികളോട് വാമൊഴിയായോ കത്തിലൂടെയോ പഠിപ്പിച്ച പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കാൻ ആവശ്യപ്പെട്ടു. അപ്പസ്തോലന്മാർ കൈമാറിയവയിൽ വിശുദ്ധ ജീവിതത്തിനും വിശ്വാസത്തിൻ്റെ വർധനവിനും സംഭാവന നൽകുന്നതെല്ലാം ഉൾപ്പെടുന്നു. സഭ തൻ്റെ പഠനത്തിലും ജീവിതത്തിലും ആരാധനയിലും താൻ എന്തായിരിക്കുന്നുവോ അതും താൻ വിശ്വസിക്കുന്നതെല്ലാം എല്ലാ തലമുറകൾക്കും കൈമാറുകയും നിലനിർത്തുകയും ചെയ്യും.